സോ ഗൈസ് നമ്മൾ രാവിലെ തന്നെ 6 മണിക്ക് എഴുന്നേറ്റ് പാല് മേടിക്കാൻ പോവാണ്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് മേടിച്ച മസ്താങ്ക് എടുത്തിട്ടാണ് പാല് മേടിക്കാൻ പോണേ. സോ ഗൈസ് ഇതാ ഇവിടെ നല്ലൊരു കാർ ഇരിപ്പുണ്ടല്ലോ. പുറത്ത് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് എന്താണെന്ന് അന്വേഷിച്ചിട്ട് വരാം. അവിടെ നമുക്കറിയാവുന്ന പോലീസുകാരനാണ് ഉള്ളതെന്നാണ് തോന്നണേ. അതെ ഗൈസ്, നമുക്ക് എന്തായാലും കാര്യം പോയി ചോദിച്ചറിഞ്ഞിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മൾ കാര്യമെല്ലാം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അത് സ്വർണം കൊണ്ടുണ്ടാക്കിയ കാറാണെന്നാണ് പറഞ്ഞത്. അത് ഈ സിറ്റിയിൽ പുതിയതായിട്ട് വന്ന കാറാണ്. സോ അത് 2 ദിവസത്തേക്ക് ഇവിടെ ഇങ്ങനെ കാഴ്ചയ്ക്ക് വെച്ചിരിക്കുകയാണ്. പോലീസ് സെക്യൂരിറ്റി ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും ഒരാളല്ലേ ഉള്ളൂ ഗൈസ്. നമ്മുടെ കയ്യിലാണ് ഈ മസ്താങ്ക്. നമുക്കതങ്ങ് തൂക്കാം. നമുക്കെന്തായാലും പോയി പാല് മേടിച്ചിട്ട് വരാം. സോ നമുക്കറിയാവുന്ന പോലീസുകാരനായതുകൊണ്ട് വലിയ സഹതാപമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അയാളെ അങ്ങ് വെടിവെച്ചിട്ട് പണി അങ്ങ് ഈസി ആയിട്ട് തീർക്കാം. നമ്മുടെ മസ്താങ്ക് എടുത്ത് ബാക്കോട്ട് ഇട്ടേക്കാം. ഓക്കെ ഗൈസ്, മസ്താങ്ക് എടുത്ത് ബാക്കോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പോലെ അവിടെ പോയി വണ്ടി കാണുന്ന പോലെ കാണിച്ചത് അങ്ങ് അടിച്ചു മാറ്റാനാണ് നമ്മുടെ ഫുൾ പ്ലാന്. ഓക്കെ ഗൈസ്, നമ്മളെല്ലാവരും അങ്ങനെ തട്ടി വണ്ടി എടുത്തിട്ടുണ്ട്. സോ ദ 3 സ്റ്റാറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പോലീസ് എല്ലാം നമ്മുടെ ഫുൾ പുറകെയുണ്ട്. നമുക്കിത് വെച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവാം. അല്ലേ വേണ്ട ഗൈസ്, നമുക്ക് എയർപോർട്ട് വഴി ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാം. നമ്മുടെ പ്രൈവറ്റ് എയറോപ്ലെയിൻ അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ബോസ് നമുക്ക് എയറോപ്ലെയിനൊക്കെ തന്നിട്ടുണ്ട്. സോ ഈ വണ്ടിക്ക് ഡാമേജ് വരാതിരിക്കാൻ നമ്മുടെ പോലീസ് ഇടിക്കൊന്നും ഉണ്ടാവില്ലായിരിക്കും. സോ നമ്മൾ സേഫാണ്. നമുക്ക് എന്തായാലും നേരെ എയർപോർട്ടിലോട്ട് വിടാം. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാന്ന് തോന്നുന്നു നമ്മുടെ പ്രൈവറ്റ് പ്ലെയിൻ. നമുക്കിതിൻ്റെ അകത്ത് വേഗം വണ്ടി കയറ്റണം. സോ ഗൈസ്, നമ്മളങ്ങനെ എയറോപ്ലെയിൻ എടുത്തിരിക്കുകയാണ്. നമ്മുടെ അടുത്ത് ഇനി പോലീസൊന്നും വരില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് വേഗം അടുത്ത കൺട്രി എത്തണം. അവിടെ നമ്മുടെ ബോസ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഗൈസ്, നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ വണ്ടിക്ക് ലാൻഡ് ആക്കിയിരിക്കുകയാണ്. പക്ഷെ താഴെ മൊത്തം പോലീസാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ അവിടെ താഴെ പോലീസിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാനൊരു ജെറ്റ് പാക്കിലാണ് ഇങ്ങോട്ട് വന്നത് ഗൈസ്. എയറോപ്ലെയിൻ താഴെ ലാൻഡ് ചെയ്ത് ജെറ്റ് പാക്ക് ഉണ്ടായിരുന്നു വണ്ടിയിൽ. അതിൽ പറന്ന് വരുവാണ് ചെയ്തത്. ഓക്കെ ഗൈസ്, നമ്മുടെ ബോസ് എയറോപ്ലെയിൻ അയച്ചിട്ടുണ്ടായിരുന്നു. ആ എയറോപ്ലെയിനിൽ ഞാൻ കയറിയിട്ടുണ്ട്. സോ ഇനി നമ്മുടെ ബോസിൻ്റെ വീട്ടിലോട്ടായിരിക്കും എന്നെ കൊണ്ടുപോകുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ ബോസിൻ്റെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ട് എയറോപ്ലെയിൻ ലാൻഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, നല്ല പക്ക ലാൻഡിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബോസിനെ പോയി കാണാം കേട്ടോ. ഗൈസ്, ബോസ് പറഞ്ഞ അനുസരിച്ച് പോലീസുകാർ വണ്ടി പിടിച്ചു എന്നാണ് പറയുന്നത്. പ്ലെയിനിൽ നിന്ന് ഒരു വണ്ടി എടുത്തിട്ടുണ്ട്, സ്വർണ്ണ വണ്ടി. അവിടുത്തെ ഈ രാജ്യത്തെ പോലീസ് സ്റ്റേഷനിലുണ്ടെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് അതെടുക്കാൻ വേണ്ടി ഇനി അങ്ങോട്ട് പോകണം. ഇല്ലേ ബോസ് നമ്മളെ കൊല്ലും ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. മാസ്കൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അവരറിയാതെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ബാക്കി എല്ലാ പോലീസും പെട്രോളിന് പോയിരിക്കാൻ, പെട്രോളോ എന്തോ സാധനമില്ല, അതിന് പോയിരിക്കാൻ തോന്നുന്നു. ഈ ഒരൊറ്റ പോലീസേ ഉള്ളൂ. അയാൾ കാണാതെ നമുക്ക് നേരെ ബാക്കോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മളിതാ ഗൈസ് വണ്ടി കിട്ടി. ഗൈസ്, പോർഷ ഇരിക്കുകയാണ്. പോർഷ ഹൈബൂസ്. ഇവരൊക്കെ ഇതൊക്കെ പിടിച്ചു വെച്ച വണ്ടിയാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ സ്വർണ്ണ വണ്ടിയാണ് വേണ്ടത്. നമുക്കിതെടുത്ത് നേരെ ബോസിൻ്റെ അടുത്തോട്ട് പോവാം. ഗൈസ്, അയാൾ നമ്മളെ കണ്ട് വേഗം വിട്ടോ. അയാൾ ഇപ്പം നമ്മളെ വെടിവെക്കും. ഓക്കെ ഗൈസ്, നമ്മളിതാ വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഡബിൾ സ്റ്റാർ കിട്ടിയേക്കാണ്. ഇപ്പം നമ്മൾ ബോസിൻ്റെ വീട്ടിലോട്ട് പോകുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് കറങ്ങാം. ഓക്കെ ഗൈസ്, പോലീസ് ചേസ് എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബോസിൻ്റെ വീട്ടിലോട്ട് വിടാം. ഓക്കെ ഗൈസ്, വണ്ടി അങ്ങനെ നമ്മൾ നല്ല സേഫായിട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറങ്ങാം. ബോസിന് വലിയ സന്തോഷമാവും. ഗൈസ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനും ബോസും തമ്മിൽ അടിയായി. ഞാൻ ബോസിനെ അങ്ങ് തട്ടി. ഇനി ഈ വണ്ടി നമുക്കെടുത്ത് രക്ഷപ്പെടാം. നമുക്ക് എങ്ങനെയും നമ്മുടെ ഡിസ്ട്രിക്റ്റ് അല്ലോ, നമ്മുടെ കൺട്രി എത്തണം. നമുക്ക് വണ്ടി എടുത്ത് പറപ്പിച്ചടിച്ചു വിടാം. ഓക്കെ ഗൈസ്, പോലീസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഡാമേജ് ഒന്നും ഞാൻ നോക്കുന്നില്ല ഗൈസ്, വണ്ടി പറപ്പിക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഈ രാജ്യത്തിൻ്റെ ബോർഡർ കിടക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും. ഇനി അടുത്ത എൻഡിങ് എവിടെയാണോ അവിടെയാണ് അടുത്ത ബോർഡർ. ഇനി നമ്മൾ ഇങ്ങോട്ട് പോലീസൊന്നും ചേസ് ചെയ്യില്ല ഗൈസ്.
ഓക്കെ കേസ്, നമ്മൾ നമ്മുടെ ബോർഡിൽ എത്താറായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ കേസ്, അങ്ങനെ നമ്മൾ നമ്മുടെ സീറ്റിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ കേസ്, അങ്ങനെ നമ്മളിതാ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ സേഫ് ആണെന്നാണ് തോന്നണേ. ഇന്നെന്തായാലും വലിയൊരു സംഭവം തന്നെയാണ് കേസ് നടന്നത്. സോ നമ്മളും അങ്ങനെ റിച്ച് ആയിരിക്കുകയാണ്. ഈ വണ്ടി നമ്മൾ നാളെ തന്നെ കൊണ്ടുപോയി വിൽക്കും.